നിപിൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മാത്രമാണോ കാര്യങ്ങൾ എന്നതിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരാണ്, വോട്ട് ചേർക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും 2 ദശാബ്ദം 2 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടുണ്ട്. അല്ല, അതിനുശേഷം വന്നൊരു വോട്ടറാണെങ്കിൽ നിങ്ങൾ ഇപ്പറയുന്ന 11 രേഖകളിൽ ഏതെങ്കിലും കൊണ്ടുവരണം. ജനന സർട്ടിഫിക്കറ്റാണ് പ്രധാന രേഖ. ജനന സർട്ടിഫിക്കറ്റ് 1969 മുതലാണ് അത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അത് ജനിച്ച് 21 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം, മരിച്ചാലും എന്ന് പറഞ്ഞിട്ടുള്ള ആ രേഖ വന്നത്. അത് സൂക്ഷിക്കുന്നവരായിരിക്കണം നിങ്ങൾ എന്ന് 2003 ശേഷം വന്ന എല്ലാ വോട്ടർമാരോടും പറയുന്നൊരു രീതി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അവിടെ സംഭവിച്ചത് എന്താണ്? 4.96 കോടി 4,96,00,000 ആളുകളുള്ളതിൽ 7.89 കോടിയിൽ ഈ പ്രശ്നമില്ല. മറ്റുള്ളവർ ബാക്കി 2.3 കോടി പേരും ഈ രേഖ, ബീഹാറിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടി വന്നു. എന്നിട്ടോ അവരിൽ 65 ലക്ഷം, ഈ പറഞ്ഞ സംഖ്യയുടെ 28% പേർ പുറത്തായി. ആ 65 ലക്ഷം പേർ ആരാണ്? അവർ പുറത്തായവർ ASD എന്ന് പറയുന്ന ഇല്ലാത്തവരാണോ, സ്ഥലം മാറിപ്പോയവരാണോ, മരിച്ചവരാണോ എന്ന് പറയാൻ പോലും പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ തയ്യാറായില്ല. അതോ നമുക്ക് സംശയിക്കാം, അവർ പൗരത്വമില്ലാത്തവർ കൂടിയാണോ? ആ 65 ലക്ഷം പേരിൽ ഏതാനും പേരുടെയെങ്കിലും പൗരത്വം ഇല്ലാത്ത സ്ഥിതിയിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമോ? അവരുടെ വോട്ടല്ല സാർ, അവരുടെ ജീവിതം, ഈ രാജ്യത്ത് അവരുടെ ജീവിതം എന്തായിരിക്കും എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ബീഹാറിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇത് ഒന്നാം തെരഞ്ഞെടുപ്പ് മുതൽ കുറച്ച് പേരുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന ഒരു ലളിതമായ മറുപടി കൊണ്ട് മറികടക്കാവുന്ന ഒരു കാര്യമാണോ? BJP പ്രതിനിധി എന്ന നിലയ്ക്ക്, കേന്ദ്ര ഭരണകക്ഷിക്ക് വേണ്ടി ഇവിടെ പങ്കെടുക്കുന്ന ആൾ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്തു പറയാനുണ്ട് നിപിൻ? സാർ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി അല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി എന്ന് പറഞ്ഞില്ല. ഞാൻ പോയിന്റിലേക്ക് വരികയാണ് സാർ. കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ ഒബ്സർവേഷൻ ഞാൻ പറയാം. അതെ, 2019 ലോകസഭയിൽ അവതരിപ്പിച്ചൊരു കണക്കുണ്ട്. 1,13,738 സംശയമുള്ള വോട്ടർമാർ, അതായത് D വോട്ടർമാരുണ്ടെന്നാണ് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചൊരു കണക്ക്. ഈ ബീഹാർ, ആസാം, ബംഗാൾ എന്നിവ ബോർഡറിംഗ് സ്റ്റേറ്റാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. ബംഗാൾ വിഭജനത്തിന് ശേഷവും റോഹിംഗ്യൻ പലായനത്തിൻ്റെ ഭാഗമായും നിരവധി പേർ ബോർഡർ കടന്ന് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പലരും അനർഹരായ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ 1,13,738 പേർ D വോട്ടർമാരായിട്ട് നിലനിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആക്കാൻ വേണ്ടി ചില നടപടികൾ എടുക്കേണ്ടി വരും. ബീഹാർ എന്നത് 63% OBC, OEC, EBC ആളുകളുള്ള ഒരു സംസ്ഥാനമാണ്. അതിദാരിദ്ര്യരും മധ്യവർഗക്കാരുമുള്ള ഒരു വലിയ തോതിൽ അതിദാരിദ്ര്യമുള്ള സംസ്ഥാനം. അവിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തീരുമാനിക്കേണ്ടത് ബീഹാറിലെ ജനങ്ങളായിരിക്കണം. അല്ലാതെ മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, രാഷ്ട്രങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരോ ആവരുത് എന്ന ഒരു കാര്യം വെച്ചിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRലേക്ക് പോയതും 20 വർഷം നീളുന്ന ഈ വലിയ പ്രക്രിയയിലേക്ക് പോയതും. എന്ന് മാത്രമേ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തെ കാണുന്നുള്ളൂ. തിരഞ്ഞെടുപ്പ് തികച്ചും ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. താങ്കൾ ആ പറഞ്ഞതിനെ ഞാൻ മുഖവിലേക്ക് തന്നെ എടുക്കുന്നു. പക്ഷേ പ്രശ്നം അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 69 ഈ നിയമമൊക്കെ വന്നു, അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. 23 നമ്മുടെ വോട്ടർ പട്ടിക പോലുള്ള കാര്യങ്ങൾ ഡിജിറ്റൈസേഷൻ നടത്തണം, ഡിജിറ്റലാക്കി മാറ്റണം, കമ്പ്യൂട്ടറൈസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. 25
ഈ കൊല്ലം അത് ആധാറുമായി ലിങ്ക് ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അതൊക്കെ വിവാദകരമായ തീരുമാനങ്ങളാണെങ്കിൽ പോലും, അതിനെ പലതരത്തിലും എതിർക്കുന്നുണ്ടെങ്കിൽ പോലും, അതിൻ്റെയൊക്കെ ആ പ്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആഴ്ചകൾ മാത്രം സമയം കൊടുത്തുകൊണ്ട് നിരാധാരരും നിത്യജീവിതത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുമായ മനുഷ്യരെ ഇങ്ങനെ ഒരു ദുർവിധിയുടെ മുമ്പിൽ അവർക്ക് വോട്ടില്ലാതാവുന്നു എന്ന് വളരെ പ്രധാനമാണ്. പക്ഷേ അവർക്ക് പൗരത്വം ഇല്ലാതാവുന്നു എന്ന ഭീഷണിയുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്.